രാജ്യത്തെ അതിവേഗം വികസനത്തിലെത്തിക്കാനുള്ള പല പദ്ധതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ഇപ്പോൾ ഇത് വീണ്ടും ഒരു നാഴികക്കല്ല് കൂടി പിന്നിടാൻ സമുദ്രമന്ഥൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രം. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനുമായി ആഴക്കടൽ എണ്ണവാതക പര്യവേഷണ രംഗത്ത് വൻ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. നാഷണൽ ഡീപ് വാട്ടർ എക്സ്കവേഷൻ മിഷനായ സമുദ്രമന്ഥൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ ഔദ്യോഗിക അനുമതി നൽകി. 2030-31 സാമ്പത്തിക വർഷം വരെ നീണ്ടുനിൽക്കുന്ന ഈ ബൃഹത് പദ്ധതിക്കായി 84,084 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. പദ്ധതിയിലൂടെ 600 ദശലക്ഷം മെട്രിക് ടണ്ണിലധികം എണ്ണയ്ക്ക് തുല്യമായ ഹൈഡ്രോ കാർബൺ ശേഖരം കണ്ടെത്താൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കടലിനടിയിലെ എണ്ണവാതക ശേഖരം കണ്ടെത്താൻ വൻതോതിലുള്ള സീസ്മിക് ഡേറ്റ ശേഖരണവും വിശകലനവും നടക്കും. ആഴക്കടലിലും അൾട്രാ ഡീപ് വാട്ടറിലുമുള്ള പര്യവേഷണ ഡ്രില്ലിംഗും ശാസ്ത്രീയ പഠനങ്ങളും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. ആഴക്കടൽ എണ്ണ പര്യവേഷണം അതീവ ചെലവേറിയതും സാങ്കേതികമായി വെല്ലുവിളി നിറഞ്ഞതുമാണ്. ഭൂമിശാസ്ത്രപരമായ സങ്കീർണതകൾ അനുസരിച്ച് ഒരു ഡീപ് വാട്ടർ കിണർ കുഴിക്കാൻ മാത്രം ഏകദേശം 1000 മുതൽ 1200 കോടി രൂപ വരെയാണ് ചിലവ് വരുന്നത്. ഈ നിക്ഷേപ അപകട സാധ്യത കുറയ്ക്കുന്നതിനായി പര്യവേഷണ കിണറുകൾ കുഴിക്കുന്ന ചെലവിന്റെ 50% വരെ സർക്കാർ വഹിക്കുന്ന രീതിയാണ് പരിഗണിക്കുന്നത്. കൂടാതെ 3D സീസ്മിക് സർവേകൾക്ക് ഭാഗിക ധനസഹായവും നൽകും. എണ്ണ ഉൽപാദനത്തിനും വിതരണത്തിനുമായി പൊതുവായ ഓഫ്ഷോർ ഉൽപാദന പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കും. മേഖലയിലെ സാങ്കേതിക വിദ്യകൾക്കായി ഒരു സംയോജിത ഓയിൽ ആൻഡ് ഗ്യാസ് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് സോണും സ്ഥാപിക്കും. നിലവിൽ ഇന്ത്യ തന്റെ ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ വലിയൊരു ഭാഗവും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. ആഭ്യന്തര ഉൽപാദനം ഉയർത്തി ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാനാണ് പ്രധാന ലക്ഷ്യം. പുതിയ പാക്കേജിലൂടെ വിദേശ എണ്ണ കമ്പനികളെയും ആഗോള സാങ്കേതിക വിദഗ്ധരെയും ഇന്ത്യയിലെ ആഴക്കടൽ പര്യവേഷണ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയും. ഉയർന്ന ചെലവാണ് മുൻപ് പല ആഗോള കമ്പനികളെയും ഇന്ത്യൻ കടൽ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നത്. ഈ പദ്ധതി വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ ആശയങ്ങൾക്ക് കരുത്തേകുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ പദ്ധതി നടക്കുന്നത്. ഇന്ത്യയെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന ഒരു നാഴികക്കല്ലായാണ് ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ONGC മഹാനദി ഓഫ്ഷോർ ബേസിൽ ആദ്യ ആഴക്കടൽ പര്യവേഷണ കിണർ ആരംഭിച്ചതും പ്രധാന മുന്നേറ്റമാണ്. അന്താരാഷ്ട്ര സംഘർഷങ്ങളും ആഗോള എണ്ണവിലയിലെ മാറ്റങ്ങളും രാജ്യത്തെ ബാധിക്കുന്ന സാഹചര്യത്തിൽ സമുദ്രമന്ഥൻ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിലും ഊർജ്ജ സുരക്ഷയിലും നിർണായക മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് രാജ്യത്തെ സാമ്പത്തിക മേഖലയെ ആഴത്തിൽ ബാധിച്ചുവെന്നത് വ്യക്തമാക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് 77% വർദ്ധിച്ച് 4.64 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 2.62 ലക്ഷം കോടി രൂപയായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏപ്രിൽ-ജൂൺ സാമ്പത്തിക പാദത്തിലെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കുറഞ്ഞിട്ടുണ്ട്. അതായത് 4.5% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും മുൻ വർഷത്തേക്കാൾ 2.02 ലക്ഷം കോടി രൂപ ഇന്ത്യക്ക് അധികമായി നൽകേണ്ടി വന്നതായാണ് പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതുമാണ് ഇതിന് കാരണമായത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് മാർച്ച് 23 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില $157.04 എന്ന റെക്കോർഡ് നിരയിലേക്ക് എത്തിയിരുന്നു. ഇന്ത്യയെ പോലെ എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ വിദേശ നാണ്യ ശേഖരത്തിന് ഇത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ഫെബ്രുവരിയിൽ US-ഇസ്രയേൽ സഖ്യം ഇറാനെതിരെ സംഘർഷം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്ന അതേ നിരക്കിലേക്ക് എണ്ണവില തിരിച്ചെത്തിയെങ്കിലും സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഉടനെയൊന്നും കരകയറാൻ സാധിക്കില്ല. ആഗോളതലത്തിൽ ഉയരുന്ന ഇത്തരം സംഘർഷങ്ങൾ അതിർത്തിക്കപ്പുറത്തെ ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ സൃഷ്ടിക്കുന്ന ആഘാതത്തിന് ഉദാഹരണമാണ് ഈ കണക്കുകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.